Hi, Namaste, welcome back to WinTrader, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒഴിവാക്കാനുള്ള ഒരു 3 പ്രധാനപ്പെട്ട ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആക്ച്വലി ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു യൂസേജ് ആളുകൾക്ക് വരുന്നത് മെയിനായിട്ട് ലോസ് ഉണ്ടാവും. ലോസ് ആക്ച്വലി എവിടെ നിന്ന് എൻട്രി എക്സിറ്റ് എടുക്കേണ്ട അവസ്ഥ അറിയത്തില്ല. അത് കൺഫർമേഷൻ ആയിക്കഴിഞ്ഞിട്ട് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകുന്നുണ്ട്. അതുപോലത്തെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് വരും. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ലോസിലേക്ക് പോകുന്ന ആളുകൾക്ക് ഞാൻ ഇന്ന് പറയുന്ന ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ലോസ് പോകുന്നതിലേക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം അതിന് ഒരു ലൈവായിട്ട് ഡെമോ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8139039994. ഇതെൻ്റെ വാട്സപ്പ് നമ്പർ. ഞാൻ സീമ കൃഷ്ണ. ഓക്കെ, അപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ലിവർ, TCS, ഇൻഫി, ബജാജ് ഫിനാൻസ്, അതേപോലെ ഇപ്പം നടക്കുന്ന ലൈവ് മാർക്കറ്റ് നാച്ചുറൽ ഗ്യാസിൻ്റെ ചാർട്ടും. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് എക്സാമ്പിൾ സഹിതം, അതായത് ഇപ്പം നടക്കുന്ന ലൈവ് മാർക്കറ്റിൽ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബജാജ് ഫിനാൻസിൻ്റെ ചാർട്ടാണ് ഇപ്പം ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് നല്ലതായിട്ട് മാർക്കറ്റ് താഴേക്ക് രാവിലെ ഇറങ്ങിയിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് വന്ന ബൈ സിഗ്നൽ ആക്ച്വലി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കൺഫേം ആയിട്ട് കയറിയിട്ടും അവിടെ നിന്ന് പിന്നെയും താഴോട്ടിറങ്ങി. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി നോക്കുമ്പോൾ വിചാരിക്കും സിഗ്നൽ ഇവിടെ വന്നിട്ട് കൺഫേം ആയി റെസിസ്റ്റൻസ് മാഡം പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്തു, പക്ഷേ അവിടുന്നും ഞാൻ എടുത്തിട്ടും എനിക്ക് ലോസാണ് ഉണ്ടായത്. അപ്പം അതൊക്കെ അതിൻ്റെ മെയിൻ റീസൺസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം ഏതൊക്കെ സിഗ്നൽസ് നിങ്ങൾ ആക്ച്വലി എടുക്കാൻ സാധിക്കും, ഏതൊക്കെ സിഗ്നൽസ് ആക്ച്വലി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം അതുപോലത്തെ സിഗ്നൽസിനെ കുറിച്ച് ഞാൻ ഇന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ 3 പ്രധാനപ്പെട്ട സിഗ്നൽസാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. അത് ഒന്ന്, കുറേ നേരം സൈഡ് വേസ്, അതായത് കുറേ നേരം സൈഡ് വേസ് ആയി ഫോം ആയിക്കൊണ്ടിരിക്കുന്ന സിഗ്നൽസ് നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ TCSൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സിഗ്നൽസ് നോക്കിക്കഴിഞ്ഞാൽ സെല്ല് വന്നിട്ടുണ്ട്, പക്ഷെ കൺഫേം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴത്തോണ്ട് നോക്കുമ്പോൾ ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. പക്ഷെ കുറേ നേരം സൈഡ് വേസ് വന്നു കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞ് കയറിയിട്ട് കൺഫേം ആയ സിഗ്നലാണ്. അങ്ങനത്തെ സിഗ്നൽസ് പ്രധാനമായും ഒഴിവാക്കുക. പക്ഷേ അതുപോലത്തെ സിഗ്നൽസ് റിവേഴ്സ് എന്തായാലും പോകും. പക്ഷേ ഇവിടെ എടുത്തിട്ടും നോക്കുകയാണെങ്കിൽ സിഗ്നൽ ഇവിടെ കൺഫേം ആയി, പക്ഷെ എടുത്തിട്ടും അത് കാര്യമില്ല. കാരണം അവിടെ നിന്ന് റിവേഴ്സ് അടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ അതേപോലെ സിഗ്നൽ വന്ന് കൺഫേം ആയി തിരിച്ച് കയറി കുറേ നേരം കഴിഞ്ഞിട്ട് തിരിച്ച് കയറിയ സിഗ്നൽ. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസിൽ ലാസ്റ്റ് വന്ന സിഗ്നൽ വന്നു, അന്നേരം കൺഫേം ആയില്ല. കൺഫേം ആയത് കുറച്ച് മുമ്പ്, അതായത് ഒരു അപ്രോക്സിമേറ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് നോക്കുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നേരെ അടിച്ചടിച്ച് കയറുന്നുണ്ടായിരുന്നു മാർക്കറ്റ്. അതേപോലെ തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്തു. അപ്പം ഇതേപോലെ കുറേ നേരം കഴിഞ്ഞിട്ട്, അതായത് 1:30 വന്നത് ഇപ്പോൾ അപ്രോക്സിമേറ്റ് 3:15. അപ്പം 1:30 വന്ന സിഗ്നൽസ് കൺഫേം ആയത് കുറച്ച് മുമ്പാണ്. അപ്പോൾ അതുപോലത്തെ സിഗ്നൽസ് നമ്മൾ എടുക്കരുത് ഒരിക്കലും, കാരണം അത് എപ്പോഴും തിരിച്ച് നമുക്ക് അടിക്കും സാധ്യത. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് അടിച്ചു കയറുന്ന, അതായത് ഒരു ലോങ് ക്യാൻഡിൽ ഒരു അടിച്ചു കയറിയിട്ട് ഓപ്പൺ ആവുന്ന സിഗ്നൽസ്, ഒരു അടിച്ചു കയറി ഇപ്പോൾ ഇന്നത്തെ ഇൻഫി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ രാവിലെ ഒരു ബൈ സിഗ്നൽ കഴിഞ്ഞിട്ട് ഒരു സെല്ല് വന്ന് പിന്നെ എഗെയിൻ ആയിട്ടൊരു ബൈ അടിച്ചു കയറി ഓപ്പൺ ആയി. അത് കുറേ നേരം അതേ ലെവലിൽ നിന്നിട്ട് പിന്നെ അത് മാർക്കറ്റ് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അത് ഇതേപോലത്തെ ഒരു അടിച്ചു കയറുന്ന ക്യാൻഡിൽ എപ്പോഴും നമ്മൾ സിഗ്നൽ എടുക്കുമ്പോൾ അവിടെ നിന്ന് റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ ലോങ് ക്യാൻഡിൽ, അതായത് ഗ്യാപ്പ് ഡൗൺ അതേപോലുള്ള ക്യാൻഡിൽ അതേപോലെ തന്നെ ഇടയ്ക്ക് ലോങ് ആയിട്ട് അടിച്ച് കയറിയിട്ട് അടിച്ച് ഇറങ്ങിയിട്ട് ഓപ്പൺ ആവും. ഇതുപോലത്തെ സിഗ്നൽസും നമുക്ക് ആക്ച്വലി നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അതുപോലത്തെ സിഗ്നൽസും നിങ്ങൾക്ക് റിവേഴ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഒരു അടിച്ചു കയറുന്ന ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴും ഒന്ന് ഫുൾ ബാക്ക് അടിച്ചിട്ട് മാർക്കറ്റ് തിരിച്ച് കയറാൻ സാധ്യതയുള്ളൂ, തിരിച്ച് കയറാനോ ഇറങ്ങാനോ സാധ്യതയുള്ളൂ. ഇതുപോലത്തെ ഒരു 3 സിഗ്നൽസ് നിങ്ങൾ വരുന്ന പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി കൺഫർമേഷൻ, അതായത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു പ്രോഫിറ്റ് ലെവൽ എന്തായാലും ഉറപ്പാണ്. അത് എടുക്കേണ്ട സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നാച്ചുറൽ ഗ്യാസ് വന്നിരിക്കുന്നത്. ഇന്ന് നാച്ചുറൽ ഗ്യാസിന് സിഗ്നൽ നോക്കുകയാണെങ്കിൽ 12.5 രൂപ വന്നിട്ടുണ്ട്.
അപ്രോക്സിമേറ്റ് 206 സിഗ്നൽ തന്നു. നോക്കുകയാണെങ്കിൽ സിഗ്നൽ വന്ന സമയം തൊട്ട് അപ്രോക്സിമേറ്റ് ഒരു വിത്തിൻ അപ്രോക്സിമേറ്റ് നമുക്കൊരു സെക്കൻഡ്സിൽ മാറി സിഗ്നൽ കൺഫേം ആയിട്ടുണ്ട്. അതായത് ഒരു 5 മിനിറ്റ് ശേഷം സിഗ്നൽ കൺഫേം ആയി റെസിസ്റ്റൻസും ബ്രേക്ക് നേരെ അടിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് ഇതേപോലെ കുറേ ലേറ്റ് ആകാതെ സിഗ്നൽ സാധാ അതായത് നോർമലായിട്ട് ഓപ്പണായി കൺഫേം ആയി റെസിസ്റ്റൻസ് അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അടിച്ചു കയറും. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ ലോങ് ക്യാൻഡിൽ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ലോങ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അടിച്ചു കയറിയിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഒരു ഹ്യൂജ് ആയിട്ടൊരു ഹൈക്കിൽ ഓപ്പണായി മാർക്കറ്റ് അതേപോലെ തന്നെ തിരിച്ചിറങ്ങി. അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന കൺഫർമേഷൻ നോക്കാതെ അവിടെ ബ്രേക്ക് ഔട്ട് പോയ ലെവലിൽ തന്നെ പിടിച്ചിട്ട് എടുക്കേണ്ടി വരും. അത് അത്രയും വേഗതയിൽ തന്നെ തിരിച്ചിറങ്ങും. അത് മിക്കവാറും പിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം സിഗ്നൽസ് എടുക്കുന്നത് ഇതേപോലത്തെ സിഗ്നൽസ് മാത്രം എടുക്കുക. സിഗ്നൽ വന്ന് കൺഫേം ആയി അതായത് നോർമൽ ക്യാൻഡിൽ ഓപ്പൺ ആയ സിഗ്നൽസ് കൺഫേം ആയി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് വിത്തിൻ 5 or 10 മിനിറ്റ്സിനുള്ളിൽ ബ്രേക്ക് ചെയ്ത് കയറുന്ന സിഗ്നൽസ് പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലുള്ള സിഗ്നൽസ് ഒരുപാട് ഹൈക്കിലേക്ക് പോകും. അത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. അല്ലാത്ത സിഗ്നൽസ് നമ്മൾ എപ്പോഴും കൺഫേം ആയി കഴിഞ്ഞാലും സ്കാൽപ്പ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. അതായത് ഒരുപാട് ടാർഗറ്റിലേക്ക് ശ്രമിക്കാതിരിക്കുക. അപ്പം എൻട്രി എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ എൻട്രി എടുക്കുകയാണെങ്കിൽ ചെറിയൊരു ടാർഗറ്റിന് വേണ്ടി ട്രൈ ചെയ്യുക. ചെറിയൊരു ടാർഗറ്റ് നമ്മൾ എടുത്തിട്ട് നമുക്ക് എപ്പോഴും എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇന്നത്തെ കാണിച്ചത്. ഇന്നത്തെ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ അപ്രോക്സിമേറ്റ് ഇതേപോലെ സൈഡ് വേസ് ആയിരുന്നു. ഇതേപോലെ സൈഡ് വേസ് വന്ന് കുറേ നേരം അതായത് കൺഫേം ആകാതെ നിന്ന് പിന്നെ ബ്രേക്ക് ഔട്ട് വന്ന് അതേപോലെ അടിച്ചു കയറി പിന്നെ അടിച്ചിറങ്ങി അതേപോലത്തെ നല്ല ഒരുപാട് കുറേ നേരം സൈഡ് വേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് അപ്രോക്സിമേറ്റ് സിഗ്നൽസ് വന്ന് കുറേ നേരം അതായത് ഇവിടെ ഒരു ചെറിയ റക്കമുണ്ട്. പക്ഷേ സിഗ്നൽസ് വന്ന് കുറേ നേരം കൺഫേം ആദ്യം ഇങ്ങനെ നിന്ന് അതേപോലെ സിഗ്നൽസ് വന്ന് അടിച്ചിറങ്ങിയിട്ട് പിന്നെ പോകുമായിരുന്നു. ഇവിടെ എടുക്കുന്നെങ്കിൽ നമുക്ക് റിസ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു നമുക്ക് സിഗ്നൽസ് അവിടെ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം മാർക്കറ്റിൽ നിന്ന് മൊമെൻറ്റ് തരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് ആക്ച്വലി റേഞ്ച് ബോണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റിന് വോളിയം ഇല്ലാത്ത മാർക്കറ്റ് നമുക്ക് ആക്ച്വലി എടുത്തു കഴിഞ്ഞാലും എപ്പോഴും അവിടെ നിന്ന് റിസ്ക് ചെയ്യും. നമുക്ക് ഇതുപോലത്തെ മാർക്കറ്റിൽ ആക്ച്വലി മാർക്കറ്റിന് മൊമെൻറ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറേ നേരം അതായത് സിഗ്നൽസ് വന്നിട്ട് ബ്രേക്ക് ഔട്ട് ആകാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടെ റിസ്കിൽ തന്നെ എടുക്കേണ്ടി വരും. അതായത് നമുക്ക് റിസ്കിൽ എടുത്തിട്ട് സ്കാൽപ്പ് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ക്യാൻഡിൽ അതായത് ലോങ് ക്യാൻഡിൽ അടിച്ചിറങ്ങിയിട്ട് സിഗ്നൽ വരും, അടിച്ച് കയറുന്ന അതേപോലെ അത്രയും വേഗതയിൽ തന്നെ മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. അതായത് നമുക്ക് ബ്രേക്ക് ഔട്ട് തരുന്നിട്ട് വലിയ സമയം തരുന്നില്ല, അതേപോലെ ബ്രേക്ക് ചെയ്ത്. അപ്പോൾ ഇതുപോലത്തെ സിഗ്നൽസ് എപ്പോഴും 1 മിനിറ്റ് ഉപയോഗിച്ച് ചെയ്യുക. സ്കാൽപ്പ് ചെയ്ത് എക്സിറ്റ് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് മോർണിംഗിൽ ഒരു അപ്രോക്സിമേറ്റ്ലി 11 o'clock മുമ്പ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ഇതിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിക്കും. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് ആക്ച്വലി സ്കാൽപ്പിംഗ് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരു ബൈ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് മോർണിംഗിലേക്ക് കയറിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ സൈഡ് വേസ് വന്നതിന് ശേഷം കൺഫേമായി ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ചെറിയ പ്രോഫിറ്റ് ലെവലിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മോർണിംഗിൽ തന്നെ ഇതിനകത്തൊരു നല്ല പ്രോഫിറ്റ് ലെവൽ നമുക്ക് ആക്ച്വലി ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ നമുക്ക് സ്കാൽപ്പിങ്ങിലൂടെ തന്നെ മാർക്കറ്റ് ക്ലോസിംഗ് ലെവൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ സെല്ല് വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അതായത് കൺഫേമായി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആക്ച്വലി സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ പോർഷൻ എടുത്തിരുന്നു. നമുക്ക് നേരെ താഴ്ത്തിറങ്ങി അപ്രോക്സിമേറ്റ് ഒരു 40 പോയിന്റ്സ് എടുക്കാനായിട്ട് ഒരു പാടുമില്ല. ഇതിന് മുമ്പ് 2 മണിക്ക് ശേഷം നമുക്ക് സ്കാൽപ്പിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ സാധിക്കും. ആക്ച്വലി ഓപ്ഷൻ ട്രേഡേഴ്സിനൊക്കെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തിറങ്ങാൻ സാധിക്കും. മാർക്കറ്റ് ഓപ്പണായി ഒരു വിത്തിൻ ഹാഫ് ആൻ അവറിൽ നമുക്കറിയാം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതായത് നമുക്ക് അപ്രോക്സിമേറ്റ് സൈഡ് വേസ് മാർക്കറ്റാണ്. മാർക്കറ്റിൽ മൊമെൻറ്റ് തരത്തില്ല. അതായത് ബ്രേക്ക് ചെയ്യാനായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറേ നേരം കൺഫേം. അതിപ്പോൾ ഇവിടെ തന്നെ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം കുറച്ച് ഇറങ്ങിയിട്ട് അത്രയും ലെവലിനെ ബ്രേക്ക് ചെയ്ത് കയറുന്നു. കൺഫേം ആകാതെ കുറേ നേരം നിന്ന് പിന്നെ ചെറുതായിട്ട് കയറി അവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് മടി കാണിച്ച് പിന്നെ ഇറങ്ങിയിട്ടുള്ളൂ. കുറേ നേരം സൈഡ് വേസ് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് അതായത് അന്ന് കൺസോളിഡേഷൻ ആയിരിക്കും. അന്നത്തെ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും സ്കാൽപ്പ് ചെയ്യുക. അതായത് അവിടെ നിന്ന് ഒരിക്കലും നമ്മൾ ആക്ച്വലി ലോങ് ടാർഗറ്റിലേക്ക് ശ്രമിക്കരുത്. അവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. പ്രോഫിറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതുപോലത്തെ സിഗ്നൽസ് പിക്ക് ചെയ്യുക. സിഗ്നൽസ് വന്ന് കൺഫേം ആയി നമുക്ക് വിത്തിൻ അതായത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടെ മേളിലേക്ക് കയറുന്ന സിഗ്നൽസ് പിക്ക് ചെയ്ത് അവിടെ നേരെ ഒരു ആക്യുറസി ഉണ്ട്. അല്ലാത്ത
അവിടുന്ന് നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിഗ്നൽസ് കൺഫേം ചെക്ക് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് അറിയാം. ഫ്രഷേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ ചാർട്ടാണ് ഇന്നത്തെ ചാർട്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഈ വൈറ്റ് കളർ ഡേ ബ്രേക്കറിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇപ്പോൾ ഇന്ന് മോർണിംഗിൽ ഒരു സെല്ല് വന്നു. സെൽ സിഗ്നൽ ഇതേപോലെ ലോങ് ക്യാൻഡിൽ അടിച്ചിറങ്ങിയതാണ്. അതേപോലെ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ലെവൽ വെച്ച് നമുക്ക് ഇറങ്ങി അവിടെ നിന്ന് നേരെ താഴോട്ട് പോകും. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 2548 ബ്രേക്ക് ചെയ്ത് അവിടെ നേരെ ഒരു അടിച്ചിറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കൺസോൾട്ടേഷനായിട്ട് പിന്നെ എഗെയിൻ ബ്രേക്ക് ചെയ്തു. ഇപ്പം എഗെയിൻ സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകുന്നു. 3 ടാർഗറ്റ് മേടിച്ച് 18 പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അതേപോലെ TCSലും രാവിലെ മോർണിംഗിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. രാവിലെ മോർണിംഗിൽ നല്ല രീതിയിൽ. അപ്പോൾ ഇന്നലെ തന്നെ ബൈയുടെ കണ്ടിന്യൂവേഷൻ ആണ് ആക്ച്വലി പോയി. നിങ്ങൾ 15 മിനിറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്രോക്സിമേറ്റ് ബൈ 2 ദിവസമായിട്ട് ബൈ തന്നെ കണ്ടിന്യൂ ആയി പോവുകയാണ്. സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. ടോട്ടൽ 46 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അതേപോലെ ഇൻഫി നോക്കി കഴിഞ്ഞാൽ കാണാം 2 ദിവസമായിട്ട് ഇതിനും ഇൻഫിക്കും നമുക്ക് നല്ലൊരു മാർക്കറ്റ് ആക്ച്വലി പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 15 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. 2 ദിവസമായിട്ട് അപ്രോക്സിമേറ്റ് ബൈയുടെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് സെല്ല് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇൻഫിയിൽ ആക്ച്വലി സെല്ല് വന്ന് കൺഫേം ആയി ബ്രേക്ക് ഔട്ട്, അതായത് ഒരു വലിയ ടൈമൊന്നും എടുക്കാതെ വിത്തിൻ 15 മിനിറ്റ്സിൻ്റെ അകത്ത് 10-15 മിനിറ്റ്സിനകത്ത്, അതായത് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ കൺഫേം ആയി ബ്രേക്ക് ചെയ്യുന്ന സിഗ്നൽസ് 3 ടാർഗറ്റും അടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലത്തെ സിഗ്നൽസ് മാത്രം പിക്ക് ചെയ്യുക. അതുപോലത്തെ സിഗ്നൽസ് പിക്ക് ചെയ്ത് പ്രോഫിറ്റ് കിട്ടും, എന്താണ് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിന് ഇന്നത് നോക്കി കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 4 പോയിൻറ്റ്സ് എടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സിഗ്നൽസ് 3 ടാർഗറ്റും നമുക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ബജാജ് ഫിനാൻസിനും നല്ല രീതിയിൽ കുറേ നേരം സൈഡ് വേസ് വന്ന് കുറേ നേരം കളിച്ചെങ്കിലും ബ്രേക്ക് ഔട്ട് വന്നിട്ട് ചെറിയ പോയിന്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് സൈഡ് വേസ് വന്ന് കുറേ നേരം ബ്രേക്ക് ചെയ്യാതെ കൺഫേം ആകാതെ കുറേ നേരം നമുക്ക് ഇതിനകത്ത് മാർക്കറ്റിൽ ഇങ്ങനെ തന്നെ മൂവ്മെൻറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക് വന്നിട്ടാണ് നേരെ താഴെ ഇറങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബൈ വന്നതും കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് കൺഫേം ആയിരിക്കുന്നത്. അവിടുന്ന് ഒരു നല്ലൊരു ബ്രേക്ക് പോയിട്ടും തിരിച്ചിറങ്ങി വന്നു. അപ്പം അത് ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നും ആ സിഗ്നൽസ് എങ്ങനെ ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്തു പോയാൽ ഭൂരിഭാഗം നമുക്ക് കുറേ അധികം ലോസ് നമുക്ക് സിഗ്നൽസ് വഴി ഉണ്ടാകുന്ന കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം വീഡിയോ വരെ വാച്ച് ചെയ്തതിന് നന്ദി. ഓക്കെ, നിങ്ങൾക്ക് ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതിന് വിളിക്കണം, വാട്സപ്പ് ചെയ്യണം. എൻ്റെ ഫോൺ നമ്പറിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.